ഇപ്പം വരുമാനമെല്ലാം വന്നു തുടങ്ങിയാ? വരുമാനം വന്നു തുടങ്ങി. നമ്മൾ ആദ്യം ചെറുങ്ങനെ ആക്കിയതാണ്. ഇപ്പം കുറച്ച് കൂടുതൽ മുട്ട കിട്ടാൻ തുടങ്ങി. ഇപ്പം മറ്റേ പുതിയ ബാച്ച് അന്നേരം എടുത്ത പുതിയ ബാച്ച് മുട്ട ഇടാൻ തുടങ്ങി. കുറച്ച് കൂടുതൽ ഇപ്പം മുട്ട ഇടുന്നുണ്ട്. ആദ്യം 50 വെച്ച് തുടങ്ങിയാണല്ല സ്റ്റാർട്ടിങ്? നമ്മളൊന്ന് നോക്കിയതാണ് ഇങ്ങനെ മുട്ട പോവോ എന്നെല്ലാം നോക്കിയതാണ്. അപ്പം ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ കൊടുക്കുന്നില്ല. ഇപ്പം കൊടുക്കാൻ എത്തുന്നില്ല അല്ലേ? കൊടുക്കാൻ എത്തുന്നില്ല. ഇപ്പം 150 മുട്ട നാളെ രാവിലത്തേക്ക് ഓർഡർ കൊടുക്കാനുള്ളതാണ്. ഇപ്പം തട്ടുകടയെല്ലാം കൊടുക്കുന്നതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടല്ലേ? ഡെയിലി തട്ടുകളിൽ പോകുന്നതുകൊണ്ട് വേഗം മുട്ട ചിലവാകുമ്പോൾ തീരുന്നുണ്ട്. ഒന്നും ഇവിടെ സ്റ്റോക്ക് ആവുന്നേ ഇല്ല അല്ലേ? അപ്പം ഇനിയിപ്പോൾ പുതിയ 1-2 ബാച്ചും കൂടി ആദ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡെയിലി ഒരു 500 മുട്ടയാക്കേണ്ട ഒരു പരിപാടിയിലാണ് ഉള്ളതല്ലേ? പുതിയ ബാച്ച് ഇപ്പം കുറച്ച് 10-20 പോയി മുട്ടയിടാൻ തുടങ്ങി. അപ്പം ഇനി കുറച്ചും കൂടി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇതേപോലെ പാക്ക് ചെയ്തിട്ടാണ് 10 എണ്ണം ഉള്ളൊരു പാക്കറ്റ് ആക്കിയിട്ട് 30 രൂപ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കുറച്ച് സമയം ഒന്ന് ചിലവാക്കിയാൽ നമുക്ക് എന്തായാലും നല്ലൊരു വരുമാനം തന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി ഒരു 200 മുട്ടകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും വല്ലതിലും കൊടുത്തിട്ട് തീരുന്നുണ്ട്, സ്റ്റോക്ക് വരുന്നില്ല. അപ്പോൾ നമ്മളിനി കുറച്ചൊരു 500 ഡെയിലി ഒരു 500 മുട്ട കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ കാടക്കോഴിൻ്റെ മുട്ട തന്നെ എടുത്തിട്ട് നമ്മൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കോഴിനെയും കൂടി നമുക്ക് എടുക്കണം. അപ്പോൾ പിന്നെ നമ്മളെ ഈ കൂടെല്ലാം ഉണ്ടാക്കുന്നത് സുഭാഷാട്ടൻ തന്നെ ആക്കുന്നതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല. സാധാരണ പണ്ടത്തെ കൂടിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടാക്കി അതിനെ കൊണ്ടെല്ലാം പഴയ സാധനത്തിനെ കൊണ്ടെല്ലാം കൂടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതിയ സാധനം മേടിച്ചിട്ട് ആക്കുമ്പോൾ നല്ലൊരു ചിലവ് തന്നെ വരും. അപ്പോൾ അത് നമുക്ക് ഈ മുട്ടേനകത്ത് നിന്ന് കിട്ടാൻ തുടങ്ങിയില്ല. കിട്ടിയിട്ടാകുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല നല്ല സാധനം ഇറക്കിയിട്ട് തന്നെ നമ്മൾ കൂടുണ്ടാക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കി എടുക്കും. നമ്മൾ ഡെയിലി 500 മുട്ട കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടി കാടാനി എടുത്തിട്ട് നമ്മൾ 500 മുട്ട ഡെയിലി കിട്ടുന്ന വിധത്തിലാക്കും. അനക്കിത് എന്താണെന്ന് വെച്ചാൽ മുട്ട എടുത്തിട്ട് മുട്ട ഇങ്ങനെ പാക്കാക്കി വെക്കുന്നുണ്ട്. ബാക്കി സുഭാഷാട്ടൻ തന്നെ എല്ലാത്തിലും തട്ടുകടയിലായാലും മറ്റുള്ള കടയിലായാലും സുഭാഷാട്ടൻ തന്നെ കൊണ്ടുകൊടുക്കുകയും ചെയ്യും. തീറ്റ വാങ്ങാനും എനിക്കങ്ങനെ വലിയ ഇതില്ല, ഞാൻ പോകേണ്ടത് വരില്ല, ഒരെണ്ണം കൊണ്ടുതരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ അധ്വാനം എനിക്കില്ല. എനിക്കെന്ന് വെച്ചാൽ ഈ കൂട് ക്ലീൻ ആക്കലും ഇതിന് ഫുഡ് കൊടുക്കലും വെള്ളം കൊടുക്കലും അങ്ങനത്തെ എല്ലാ പരിപാടി എനിക്ക് കൊണ്ടു. ബാക്കിയെല്ലാം സുഭാഷാട്ടൻ തന്നെ ചെയ്യും. പിന്നെ എന്തായാലും നമുക്ക് ഇതൊരു നല്ലൊരു ഇത് തന്നെയാണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേറെ പുറത്തേടും പോകാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊരു ഡെയിലി ഒരു 100-150 റുപ്യ എന്തായാലും നമുക്ക് കൈമിൽ വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇവരോട് സുഭാഷാട്ടനോട് ചോദിക്കില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് പോക്കാന്ന്. പണ്ടെല്ലാം ആകുമ്പോൾ പോകാൻ രാവിലെ തന്നെ കൈമിൽ മേടിച്ചിട്ട് വെക്കണം. അപ്പം ഇപ്പം ആകുമ്പോൾ നല്ലൊരു ഇത് എന്ന് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് നമ്മളെ ഇത് ഇഷ്ടത്തിന് തന്നെ എടുത്തിട്ട് പോവാം. എവിടെയായാലും എന്ത് സാധനം മേടിക്കാനായാലും നമുക്ക് എവിടെയെങ്കിലും പോകണ്ടെങ്കിലും തന്നെ എടുക്കാം. അതുകൊണ്ട് ഇതെന്തായാലും നല്ലൊരു വരുമാനം തന്നെയാണ്.